ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് പറയാൻ ഉള്ളത് എന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് കാണിക്കുന്നു. ഓക്കെ ഓക്കെ ഡിസോണസ്റ്റി കാണിക്കുന്നു. ഓവർവെൽംഡ്. ഓക്കെ, അപ്പം എന്താണ് നമുക്കത് കാണിച്ചിരിക്കുന്നത്? റെസ്പോൺസിബിലിറ്റീസ്, ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ പരമായിട്ടാണെങ്കിലും ശരി, ഇനി കുടുംബപരമായിട്ടാണ് ഓക്കെ, ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരുപാട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളത് കൊണ്ട് ഡിസോണസ്റ്റി ആയിരുന്നു ഞാൻ എന്നാണ്. അതായത് എനിക്ക് ശരിക്കും സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞില്ല നിന്നോട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വല്ലാത്തൊരു സ്ട്രെസ് അനുഭവിക്കുന്നു. ഞാൻ വല്ലാത്തൊരു ഡ്രൈനിങ് ആയിട്ടുള്ള ഒരു ഓവർവെൽംഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. എന്നെ മതിക്കുന്ന കുറേ വേദനകൾ, ചിന്തകൾ കൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. എനിക്ക് ഇപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ ആളെ വല്ലാതെ മതിക്കുന്നു, സ്ട്രെസ്സിൽ പെട്ടു പോകുന്നു. കാരണം വെച്ചാൽ ഡിസോണസ്റ്റി ആണല്ലോ, അതത്ര നല്ല കാര്യമല്ല. അപ്പോൾ അത് ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയധികം നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയ്ക്കും അങ്ങനെയായിരുന്നു, സത്യസന്ധമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ വിശ്വസ്തതയിൽ നിങ്ങൾ മുൻപിലായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായി പറയുന്ന ഒരു ആളായിരുന്നു. വളഞ്ഞ വഴിയിലൂടെ പോകാതെ, അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുകയും നമ്മൾ അത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമുക്കത് ലഭിച്ചിട്ടില്ല എന്നാണ്. ലഭിക്കാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിലിറ്റീസ്, ജോലി ഭാരം ഉള്ള ആൾ ആണ് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് എനിക്കതിന് കഴിയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, പക്ഷേ അതിപ്പോൾ വല്ലാതെ മതിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്ദേശം. ഓക്കെ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു യൂണിവേഴ്സ്.